വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നെഞ്ചിടിപ്പോടെ മുന്നണികൾ. വോട്ടുകൾ കൂട്ടിയും കിഴിച്ചും ജനഹിതം തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് മുന്നണികൾ പങ്കുവയ്ക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകുന്നുണ്ടെങ്കിലും കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങളിലും ഫലം പ്രവചനാതീതമാണ്. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ വലിയ പ്രതീക്ഷകളോടെയാണ് 3 മുന്നണികളും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കേരളത്തിലെ തന്നെ ശ്രദ്ധേയ മണ്ഡലമായ മഞ്ചേശ്വരമടക്കം ജില്ലയിലെ 5 സീറ്റുകളിലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് UDF തരംഗമെന്ന രീതിയിൽ എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്നതോടെ കാസർഗോഡ് ജില്ലയിലെ UDF കേന്ദ്രങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാസർഗോഡ് ജില്ലയിൽ മിക്ക സർവേകളും ജില്ലയിൽ 2 മുതൽ 4 സീറ്റ് വരെ UDFന് ലഭിക്കുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങൾ UDF നിലനിർത്തുകയും ഉദുമ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾ LDFിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് UDF പങ്കുവയ്ക്കുന്നത്. നിലവിൽ കൈവശമുള്ള ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾ നിലനിർത്തുമെന്നും മഞ്ചേശ്വരത്തും കാസർഗോട്ടും നില മെച്ചപ്പെടുത്തുമെന്നുമുള്ള ഉറപ്പിലാണ് LDF. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലാണ് NDAയുടെ പ്രതീക്ഷ. എന്നാൽ AKM അഷ്റഫിന്റെ കഴിഞ്ഞ തവണത്തെ 745 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷം ഇത്തവണ ഉയർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. കാസർഗോഡ് മണ്ഡലത്തിൽ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാകാതെ നോക്കുക എന്നതാണ് UDFിലെ കലക്ടർ മാഹിൻ ഹാജിയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ പ്രകടനം നിയമസഭയിലും ആവർത്തിക്കാനാണ് NDAയിലെ ML അശ്വനി ശ്രമിക്കുന്നത്. LDFിനു വേണ്ടി പതിവായി INL മത്സരിച്ചിരുന്ന മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്രനായുള്ള വരവിൽ വോട്ടു വിഹിതം കൂട്ടാമെന്ന പ്രതീക്ഷയിലാണ് ഷാനവാസ് പാദൂർ. ഉദുമയിലേക്ക് വരുമ്പോൾ സിറ്റിംഗ് MLA എന്ന നിലയിലുള്ള വ്യക്തിബന്ധങ്ങളും വികസന നേട്ടങ്ങളും LDFിലെ CH കുഞ്ഞമ്പുവിന് അനുകൂലമാണ്. UDF വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് UDFിലെ K നീലകണ്ഠൻ. വോട്ടുവിഹിതം മെച്ചപ്പെടുത്താനാകുമെന്നാണ് NDAയിലെ മനുലാൽ മേലത്ത് പ്രതീക്ഷിക്കുന്നത്. LDFിന്റെ ഉറച്ച സീറ്റായ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പലിന്റെ പ്രാദേശിക സ്വീകാര്യത ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. UDF കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയ സീറ്റിൽ സ്ഥാനാർത്ഥി ഷൈജി ഓട്ടപ്പള്ളി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇവിടെ വോട്ടുവിഹിതം മെച്ചപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി ബൽരാജ്. CPMന്റെ ഉരുക്കുകോട്ടയായ തൃക്കരിപ്പൂരിൽ LDFിലെ VPP മുസ്തഫ വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. മുന്നണികൾക്കതീതമായി UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർക്ക് വോട്ടുകൾ ലഭിക്കുമോ എന്ന കാര്യം ചർച്ചയാകുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി 2020യിലെ രവികുളങ്ങരയും വോട്ടുവിഹിതം കൂടുമെന്ന പ്രതീക്ഷയിലാണ്. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ 2021ന്റെ തനി ആവർത്തനമായിരിക്കും ഉണ്ടാകുക എന്ന ചർച്ചയാണ് കാസർഗോഡ് ജില്ലയിൽ സജീവമാകുന്നത്. SIRലൂടെ വോട്ടർ പട്ടികയിൽ വന്ന മാറ്റം, പുതുതായി പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ഹിതം, വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം, പോളിംഗ് ശതമാനത്തിലെ വർധന തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻനിർത്തിയുള്ള ചർച്ചകളിലാണ് ഇത്തരം നിഗമനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കപ്പുറത്ത് അട്ടിമറിയും അത്ഭുതങ്ങളും കാസർഗോഡ് സംഭവിച്ചേക്കാമെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചനം നടത്തുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.